അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇതൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് നിങ്ങളെ വിളിച്ചിരുന്നു. ബുദ്ധിമുട്ടാകോ? അപ്പൊ തിരക്കാണോ? അല്ല, പറഞ്ഞോളൂ. ഞാൻ 2 ദിവസം മുമ്പ് നിങ്ങളെ വിളിച്ചു. എന്റെ സൗണ്ട് ചിലപ്പോ എനിക്ക് അറിയാൻ മതിയാവും. ആ അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്നും സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഏതിന്റെ? ഞാൻ ചോദിച്ചില്ലേ, നിങ്ങൾ എന്തിനാണ് നമ്മള് സ്കൂളിലെ യൂണിഫോമിന്റെ വിഷയമൊക്കെ പറഞ്ഞല്ലോ. ആ അപ്പൊ ഞാൻ നിങ്ങളെ വീഡിയോ പിന്നെ ഇങ്ങനെ കാണല് തുടങ്ങി. നിങ്ങളെ വീഡിയോ കാണാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഉം. പിന്നെ നിങ്ങളെ വീഡിയോയിൽ നിങ്ങളൊരു പ്രൂഫ് വെച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയോണ്ട് ഞാൻ നിങ്ങളെ വീഡിയോകള് നിരന്തരമായിട്ട് കാണല് തുടങ്ങി. പക്ഷെ സത്യത്തിൽ എനിക്ക് തോന്നുക ഉം. ഒരു ബുദ്ധിമുട്ടായോന്ന് തോന്നുക. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാലേ, ആ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഞാന് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ട്, നിങ്ങളൊരു വീഡിയോ. ആ അപ്പൊ അതില് മുജാഹിദ് ബാലുശ്ശേരിന്റെ അനിയനാന്ന് തോന്നുന്നു സംസാരിക്കുന്നത്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ആ ആ ഉം. അപ്പം സ്വർഗത്തിലെ ഹുറിലീങ്ങളെ ആ വിഷയം പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങളെയും വിശ്വാസമല്ല അയാളെയും വിശ്വാസം അല്ലാതായി. ആ അപ്പൊ ഞാൻ അതില് ഉം. ചാറ്റ് ജിപിടിയിൽ അടിച്ചു നോക്കി. ഉം. നിങ്ങളെ വിശ്വാസമല്ല അയാളെ വിശ്വാസമല്ല. കാരണം ഞാൻ ചാറ്റ് ജി പി ടിനെ അത്രയും വിശ്വസിക്കരുത് കേട്ടോ. കാരണം അതല്ല, എന്താ ഞാൻ വെച്ചാല് അടിച്ചു നോക്കി. ചാറ്റ് ജി പി ടി ഇലക്കും മുള്ളിനും കേടില്ലാതെ മറുപടി പറയുള്ളൂ. എന്നിട്ട് എന്ത് ഓക്കെ, ഉത്തരം അല്ല കിട്ടി? ഞാൻ അടിച്ചു നോക്കി. ആ ഞാനൊരു വിശ്വാസിയാണ്, ഉം. പക്ഷെ ഞാൻ മുജാഹിദും അല്ല. അപ്പൊ ഉം. വിശ്വാസം അല്ലാത്ത അയാളെ എനിക്ക് വിശ്വാസം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ അടിച്ചു നോക്കിയപ്പോ ഉം. ഇങ്ങനെ വെളുത്ത് തുടുത്ത എന്നുണ്ടോ നോക്കിയപ്പോ കൃത്യമായിട്ട് അതിലുണ്ട്. ഉണ്ട്. അപ്പൊ എനിക്ക് ചില ഉം. സംശയങ്ങൾ ഇങ്ങനെ വരൽ തുടങ്ങി. ആ അത് ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞത്. അതെ. അതില് സംശയം എന്താണ്, വന്ന ഞാൻ നിങ്ങളോട്, എന്താണെന്നറിയോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ കോൾ അവസാനിച്ച് ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ല, ചിന്തിച്ചു ഞാൻ കഴിഞ്ഞാൽ ഈ നിങ്ങളോട് പ്രശ്നമുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ വിളിക്കാൻ കാരണം എന്താ അറിയോ? ഉം. ഈ ഞാന് ഈ അതിലിങ്ങനെ ചിന്തിച്ചു. ചിന്തിച്ചു. നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ചിന്തിച്ചപ്പോഴേ ഉം. ഞാന് ഇങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ നിങ്ങളെ തന്നെ ഉപമ എടുക്കാം. ആ നിങ്ങൾക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്. ആ ആ 2 കുട്ടികളിൽ ഒരാള് വെളുത്തിട്ട് ഒരാള് കറുത്തിട്ടും ആണെങ്കിലേ, ആ നിങ്ങൾ ആ വെളുത്തതാണ് മുന്തിയെന്ന് പറയുമ്പോ നിങ്ങൾ നല്ലൊരു പിതാവല്ല, അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വന്നത്. ആ അപ്പൊ അള്ളാഹുത്താലാണല്ലോ എല്ലാരും പഠിച്ചത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ അള്ളാഹുത്താല കറുപ്പും വെളുപ്പും പഠിച്ചപ്പോ ആ മനുഷ്യന്മാരെ ഇതൊക്കെ പോട്ടെ, ഉം. അതിലപ്പുറം വെളുത്തതിന് ഇത്ര ഇതുണ്ട് എന്ന് പറയുമ്പോ ഉം. പൂർണ്ണമായിട്ട് ഞാൻ എല്ലാരും സൃഷ്ടിച്ചെന്ന് പറയുമ്പോ കറുത്തത് പൂർണ്ണമല്ല എന്ന് പറയുമ്പോഴൊക്കെ എന്റെ ഉം. മനസ്സിൽ ഇങ്ങനെ ഇബ്ലീസ് തോന്നിക്കൽ തുടങ്ങി. ഉം. എനിക്ക് സത്യം പറഞ്ഞാല് നിങ്ങൾ അത് പറഞ്ഞതുപോലെ അതേപോലെ ഈ തന്നെയാണ്. ഇപ്പൊ വലത് കൈ ഇടത് കൈ ഇത് രണ്ടും ആ സൃഷ്ടിച്ച പഠിച്ചവനല്ലേ. ഒരു മനുഷ്യനെ ഈ കോലത്തിൽ സൃഷ്ടിക്കുമ്പോ എന്തായാലും ഒന്ന് വലതും ഒന്ന് ഇടതും ആവൂലേ. പക്ഷെ വലതിനെ അല്ല മുന്തിക്കണം എന്നാ പറയണേ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മള് ബാത്റൂമിൽ കയറുമ്പോ ഇടതുകാല് വെക്കണം എന്നാണ്. ഇടത് ആ ആ പിശാച് കറുപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം വേറെ, ആ വലത് ആ. നല്ലത് വെളുപ്പ് എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറി. മനസ്സിലായോ? ഇതൊരു അല്ല, പടച്ചോന്റെ ഞാനെന്താ ചിന്ത അല്ലല്ലോ. ചിന്തിച്ചതെന്നറിയോ? ഇതൊരു സൃഷ്ടാവിന്റെ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവില്ലല്ലോ. സൃഷ്ടാവിന് ഇടവും വലവും ഒക്കെ ഒരേപോലെ തന്നെയല്ലേ. അല്ല, ഞാൻ അത്ര പോയില്ല. കാരണം എനിക്ക് അത്ര എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്ക് വരുന്നില്ല. ആ, ഞാനത് ചിന്തിച്ചത് എന്തെന്ന് വെച്ചാൽ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉം, അതുപോലെ ഇടത്തെ കൈയും വലത്തെ കൈയും നിങ്ങൾ പറഞ്ഞ പോലെ അന്നും അത്ര ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ, വ്യത്യാസമുണ്ട്. പക്ഷേ ഉം, എന്റെ പിതാവിന് ഞങ്ങള് 6 മക്കളാ. എന്റെ വീട്ടില് ഞങ്ങൾ ഉം, 6 ആളും ഉം, ഒരാളാണ് നല്ലതെന്ന് ചിലപ്പോ ഉപ്പന്റെ മനസ്സിലുണ്ടെങ്കിലും ഉം. നല്ലൊരു പിതാവാണെങ്കിൽ അത് പറയൂല. പറയൂലല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചത്. അതെ. അത് ഞാന് എന്റെ ഉപ്പനെ കുറിച്ച് മോശമാക്കിയല്ല കേട്ടോ. മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ ഞാന് പിന്നെ ഒരുപാട് തരിഞ്ഞു പോയി. ഉം, അപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് ഈ ഒരു കാര്യം ചോദിച്ചു, ഇങ്ങനെ ഉം, ഉണ്ടല്ലോ ഉം, എന്ന് ചോദിച്ചു. ഉം, അപ്പൊ അവൻ പറഞ്ഞ അത് നമുക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത കുറെ കാര്യങ്ങളാണ് ഉം, എന്നാണ് അവൻ പറഞ്ഞത്. ഉം, പിന്നെ അങ്ങനെ നിങ്ങൾ പറയണ്ട, ഇതിങ്ങനെ ചിന്തിച്ചു പോയപ്പോ പിന്നെ എനിക്ക് വന്നൊരു വിഷയം എന്താണെന്നറിയോ? ഉം, നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര പോയല്ലോ. ഉം, അപ്പൊ അതിന്റെ മുമ്പ് എനിക്ക് കിട്ടിയ വിഷയങ്ങൾ അതിൽ തന്നെ വേറെ ഏതൊരു യൂട്യൂബിൽ ഇതിൽ പറയുന്നുണ്ട്, ഈ ഉം, മുസ്ലിങ്ങളായ ആളുകൾ അംഗീകരിക്കുന്ന 4 കിതാബുകളിലും ഉം, അള്ളാഹു എന്ന് പേര് പറയുന്നില്ല. ഉം, അപ്പൊ ഞാൻ അത് നോക്കിയപ്പോ അതിലും പറയുന്നില്ല. പക്ഷെ മക്ക മുശ്രിക്കുകളുടെ ഇടയിൽ ഉം, അള്ളാഹു ഉണ്ട്. ഉം, അതുകൊണ്ടാണല്ലോ നബിന്റെ വാപ്പന്റെ പേര് ഉം, അബ്ദുള്ള എന്ന് വന്നത്. ഉം.
അപ്പൊ അതെ. ആ കിതാബുകളൊന്നും അള്ളാഹു ഇല്ലാനും ഇങ്ങനെ അബ്ദുള്ള എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത പോയി. ഉം, പിന്നെ എന്റെ ചിന്ത പോയത് ഇസ്രാ മിഅ്റാജ് യാത്രയില് ഉം, മരിച്ചുപോയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നബിമാരെ കണ്ടപ്പോ ഉം, സ്വന്തം പിതാവിനെ ഉമ്മനെയും ഉപ്പയും കാണാൻ റസൂൽ ആഗ്രഹം ഉം, പ്രകടിപ്പിച്ചിട്ടില്ലേ ഉം, എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൽ തുടങ്ങി. ഉം, അപ്പൊ ഞാൻ പറയാണ് ചിലപ്പെങ്കിലും ഇതൊക്കെ നമ്മളൊരു ഉം, ചിന്തിക്കാത്ത ഇതായിരിക്കാം. ഉം. പക്ഷേ ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥത തോന്നുക. കാരണം ഇത് നമുക്ക് നി- എന്താ പറയാ, നമ്മളിതിന് തലയിൽ വെളിച്ചം കയറി തുടങ്ങാന്നാ പറയാ. അത് ഇതെന്താ സംഭവിച്ചാലേ, ഇപ്പൊ നിങ്ങളെ കുറച്ച് കാണല്ല, ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ചെറിയ പ്രായത്തില് ഒരു പർട്ടിക്കുലർ രീതിയിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതായത് ചിട്ടയായി കണ്ടീഷൻ ചെയ്തതാണ്. നമ്മൾ രാവിലെ ആ, എല്ലാ ദിവസവും, വെള്ളിയാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും കൃത്യമായി മദ്രസയിൽ പോയി, അത് സ്കൂൾ വിട്ട് വന്ന് മഗ്‌രിബിനും ഇശാക്കും ഇടയിൽ കൃത്യമായിട്ട് മദ്രസ പാഠങ്ങളും ഈ മതപരമായ പ്രാർത്ഥനകളിലും മാത്രം മുഴുകി നമ്മളെ ലൈഫിൽ അതങ്ങനെ ചിട്ടയായിട്ട് നമ്മൾ ചെറിയ പ്രായം തൊട്ട് നമ്മൾ നമ്മളാവുന്നതിന് മുൻപ് നമ്മളെ ഉള്ളിൽ കയറിയ സാധനമാണ്. അപ്പൊ നമ്മൾ യാന്ത്രികമായിട്ട് അങ്ങനെ അതിനോട് ചേർന്ന് നിൽക്കുന്നതിനെ സ്വീകരിക്കുകയും അതിനെതിരായി വരുന്നതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസം തലച്ചോറ് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അല്ല അങ്ങനെയാണ് നമ്മൾ ഞാനിതില് പോണത്. ലാസ്റ്റ് എത്തിയത് എന്താണെന്നറിയോ? ഉം, ഞാനിതില് ലാസ്റ്റ് എത്തിയത് ഉം, ഇത് അള്ളാഹുത്താല മുഹമ്മദ് നബി വ്യക്തിക്ക് അപ്പുറം ഉം, ചിലപ്പോ ആരെങ്കിലും കൈകടത്തൽ നടത്തിയതായിരിക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉം, ഓ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അള്ളാഹും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ പറയാനുള്ള ഒരു സാധ്യത ഉം. ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിസ്കരിച്ചിട്ടൊക്കെ മനസ്സിലാവണമെങ്കിൽ ഞാൻ പുറത്തേക്കുള്ള വഴി കണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു 2 ദിവസം മുൻപ്. അതിൽ ഈ പാറ്റേൺ ഇതെങ്ങനെയാണ് ഈ ചിന്തകൾ എങ്ങനെയാണ് പുരോഗമിക്കാന്നും ഈ ചിന്തകൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്നും സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിന്റെ തുടർച്ച പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അങ്ങനെ നമ്മൾ ഈ കണ്ടീഷനിൽ മുന്നോട്ട് പോയതിന്റെ ഇടയിൽ നമ്മൾ ആ ഒരു ബോധ്യത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും നമ്മൾ ഉള്ളിലേക്ക് എടുക്കൂല. പിന്നെ കാലക്രമേണ നമ്മൾ ചിന്തയും അറിവും വികാസവും ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചും നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ധൈര്യം വരുന്ന സമയത്ത് വളരെ സുരക്ഷിതമായ മേഖലയിലൂടെ നമ്മൾ ചെറിയ രീതിയിലുള്ള കറക്ഷന് വേണ്ടിയിട്ടുള്ള ചിന്തയിൽ നിന്നാണ് ഈ ചിന്തയുടെ സ്പാർക്ക് വരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്കൊരു സ്പാർക്ക് വന്നാൽ അത് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ വേറെ ഒരെണ്ണം കാണും. അങ്ങനെ പോകുമ്പോൾ നമ്മൾ വേറെ ചിന്ത വരും. ഇങ്ങനെ നമ്മൾ ഈ അല്ല ചിന്തകളിൽ എനിക്കൊരു ഭയമാ. മുന്നോട്ട് പോകും. എനിക്കിപ്പോഴും എന്താ അറിയോ ഒരു ആ ഭയമാ വരുന്നത്. കാരണം ആ ഞാനൊക്കെ ഭയവും ചെറുപ്പത്തിൽ നമുക്ക് ചെറിയ നമ്മളോട് പ്രായത്തിൽ കയറ്റി കൂട്ടിയതാണ്. അതായത് നമുക്ക് ഇതിനെതിരെ ചിന്തിക്കാൻ പാടില്ല. ഇബിലീസിന്റെ പിന്നെ പ്രേരണ ഉണ്ടാവും. നമ്മളെ ദൈവമാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ഇബിലീസ് സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന ഭയം നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഇതെല്ലാം ഉള്ളിലുള്ളതാണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളെ അല്ല ഞാൻ കണ്ടീഷനിങ്ങിൽ ചിന്തിച്ചത് പെട്ടതാണ്. എന്താണെന്നറിയോ? ഉം, എന്റെ വാപ്പയൊക്കെ ചെറുപ്പത്തിൽ പറയാ ഈ മുജാഹിദുകളെ വയലുകൾ കേൾക്കാൻ പോകരുത്, ഉം, നമ്മളത് കേട്ടാല് അതിലേക്ക് ആയി പോകുന്നു. അപ്പൊ ആ. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ നിങ്ങളെ വീഡിയോ കണ്ട് അങ്ങനെയല്ല അത്. ആയോന്നുള്ളൊരു ഭയം നമ്മളെ വീഡിയോ ഇങ്ങനെ. കണ്ടോണ്ടൊന്നല്ല. നമ്മളെ വീഡിയോ അല്ല പിന്നെ ഞാൻ കുറ്റപ്പെടുത്തല്ല മുജാഹിദ് കേട്ടോ, അല്ല കാരണം അല്ല നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലായി. അല്ല അവകാശമുണ്ട്. നമ്മളെ വീഡിയോ ഇപ്പൊ പേരോടും മുജാഹിദ് വൽശ്ശേരിയും ഞാൻ പണ്ട് ഇപ്പോ നമ്മുടെ ഒരു എന്താണ് വേറൊരു സുന്നി ഉസ്താദിനെ കണ്ടപ്പോ അയാളും പറഞ്ഞു വീഡിയോ ഒക്കെ കാണലുണ്ട്. ഓൽക്കൊന്നും സംഭവിക്കില്ല. കാരണം ഓലൊന്നും ചിന്തയിലേക്ക് ഇത് എടുക്കുന്നില്ല. ഇത് വെറുതെ കേട്ട് പോവാണ്. അതാ ഒന്നും പറഞ്ഞ സംഭവിക്കൂല. ഞമ്മക്ക് വിവരമില്ലാത്ത ഞാനൊക്കെ കണ്ടോന്നുണ്ടായിക്കോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല അത്. വിവരം എന്ന് പറഞ്ഞാൽ നമ്മള് ചിന്തിക്കുമ്പോ മാത്രം ഉണ്ടാവുന്ന സാധനമാണ് വിവരം. മറ്റേത് കുറെ ഇൻഫർമേഷൻസ് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അതിനെ നമ്മൾ എപ്പോ പ്രോസസ് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോഴാണ് നമ്മുടെ വിവരം പുറത്തു വരുന്നത്. നമ്മുടെ ചിന്ത യഥാർത്ഥത്തിൽ എന്താണ്, നമ്മുടെ ബോധ്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. അപ്പൊ ഇതില് ചെറിയൊരു അസ്വസ്ഥതയും നമ്മൾ ഇത്ര കാലം വിചാരിച്ചു വെച്ചിരുന്നതൊക്കെ പഠിച്ചോനെ ഇത് തെറ്റാണോ എന്നുള്ള ഒരു ആന്തലും ഒക്കെ വരും. അത് ഇതിന്റെ അല്ല ഭാഗമാണ്. ഞാനിന്ന് സുബഹിസ്കരിച്ചിട്ട് കുറെ നേരം പ്രാർത്ഥിച്ചേ നമ്മളെ ഞാൻ മനസ്സ് പറഞ്ഞത് എന്തെങ്കിലും മദീനത്തെ ഇതായി പള്ളിയിൽ പോയോന്ന്. സുജൂദി കിടന്ന് നിലവിളിച്ചിട്ടുണ്ട് ഞാനെന്ന്. എന്റെ ഈമാൻ ഉറപ്പിച്ചു കൊണ്ടാ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട്. അതേ മദീനയിൽ നിന്നാണ് എന്റെ ഈമാൻ പൂർണ്ണമായിട്ട് പോയത്. അപ്പൊ ലിയാഖത്ത് വിളിക്കാനുള്ള കാരണം പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ ആ, ഇതിങ്ങനെ ഞാൻ നിങ്ങളെ വിളിക്കാൻ ഒന്നാമത്തെ നിങ്ങളെ വീഡിയോ ഇങ്ങനെ കാണാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് പറയല്ല. ഉം, ചില നിങ്ങളെ പോലെ തന്നെയുള്ള ആളുകളെ വീഡിയോ കാണുമ്പോൾ അതിൽ ആളുകൾ അങ്ങനെ ഒരു പരിഹസിക്കുന്നത് പോലെ തോന്നി ഞാൻ അത് ഇറിറ്റേഷൻ ആയിട്ട് ഒഴിവാക്കലുണ്ട്. ഉം, അപ്പൊ നിങ്ങളിത് കുറെ പ്രൂഫ് സഹിതമുള്ളതുകൊണ്ട് ഉം, ഞാനിതൊന്നല്ല കുറെ ഉം, കാര്യങ്ങൾ ഇങ്ങനെ പ്രൂഫ് നോക്കിയപ്പോ ഉം, കുറെ അതൊരു ശരിയായതുപോലെ തോന്നി. അപ്പൊ ഒക്കെ ഉം, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഉം, മനുഷ്യന്മാർ എഴുതി കൂട്ടിയാല് ഉള്ള എന്തെങ്കിലും പാകപ്പിഴവാണോ എന്നൊക്കെ ഉം, തോന്നുന്നത്. ഉം, അപ്പൊ ഞാന് ഇപ്പൊ നിങ്ങളെപ്പം വിളിക്കാൻ കാരണം എന്താ വെച്ചാല് ഉം. ഈ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് അള്ളാഹു ഇറക്കിയ ഖുർആനിലേക്ക് ആരോ കടത്തി കൂട്ടി അയക്കൂന്നല്ല അല്ല ആണോ ഒന്നാമത്തെ അല്ല മനസ്സിലായി, തോന്നുന്നത്? അള്ളാഹു അങ്ങനെ ഒരു അള്ളാഹു ഇല്ല. അള്ളാഹു അങ്ങനെ ഒരു ഖുർആൻ ഇറക്കിയിട്ടില്ല.
ആകെ നമ്മളെ കയ്യിലുള്ളത് ഈ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണ്. ഞാനിപ്പോ എന്നെ പിന്നെ എയർ കയറ്റാൻ വേണ്ടി വിശ്വാസികൾ എടുത്തോണ്ട് വന്ന സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുടെ ആധികാരികത പോലും ഇല്ലാത്തൊരു ഗ്രന്ഥമാണ് ഖുർആൻ. അത് ഞാൻ വളരെ തികഞ്ഞ ബോധ്യത്തിൽ പറയുന്നതാണ്. ഹദീസുകളുടെ അത്ര പോലും വിശ്വാസയോഗ്യമല്ല ഖുർആൻ. അതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞ സാധനം ഹദീസിന് അത്ര പോലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. അത് അതിന്റെ കൃത്യമായ കാരണമുണ്ട്. അത് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 7:30 മണിക്ക് ഞാനും ഷമീർ എന്ന് പറഞ്ഞ കാലിക്കറ്റ് ഷമീർ, അവനാണ് ഖുർആൻ സനദില്ല എന്ന് ലിയാക്കത്ത് വിവരക്കേട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആയിട്ട് അത് പരിശോധിക്കുന്നുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണ്. കൈകടത്തലല്ല, മനുഷ്യ സൃഷ്ടിയാണത്. മനുഷ്യ സൃഷ്ടിയുമാണ്. മനുഷ്യ സൃഷ്ടി പിന്നീട് മനുഷ്യർ അത് പരുവപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കൊക്കും കോണും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മുന്നിൽ കാണുന്ന ഈ മുസ്ഹഫ് എന്ന് പറഞ്ഞത് പൂർണ്ണമായും മനുഷ്യര് ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. അത് ഓക്കെ ലിയാഖത്ത് ഭായി, ഉം. പിന്നെ എനിക്കൊരു കോള് വരുന്നുണ്ട്, സോറി ഞാനേ. ആയിക്കോട്ടെ. അത് നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സംശയം മനസ്സിലാവും, മാറി കിട്ടും. ഓക്കെ, ഓക്കെ ശരി ഏതായാലും നിങ്ങൾ ശരി. ദുആ ചെയ്യ്, ഏതായാലും ഒന്ന് ഞാനും ഹക്കിലെത്തിക്കട്ടെ ഞാനോട് പഠിച്ചോന്. നിങ്ങൾ അല്ല തേർന്നോളി. നിങ്ങൾ തേർക്കണ ഹക്കിലെത്തി കൂട്ടത്തിൽ ഇന്നിയും കൂടെ കൂട്ടിക്കോളി. എത്ര എളുപ്പമായാലും പറയാനുള്ളൂ. അല്ല ഞാൻ പറഞ്ഞാല് ഞാൻ പറഞ്ഞു ഞാന് അങ്ങനെ നിങ്ങളെ വിമർശിക്കാനൊന്നും എനിക്ക് തയ്യാറല്ല. മനസ്സിലായി. കാരണം ഞാൻ നിങ്ങളെ അവസ്ഥയിൽ കൂടെ കടന്നു വന്നാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മദീനത്തെ പള്ളിയിൽ കിടന്നിട്ട് സുജൂദിന്ന് എഴുന്നേൽക്കാതെ നിലവിളിച്ചിട്ടുണ്ടെന്ന്. ഈമാൻ തെറ്റിപ്പോകുന്നതെന്ന് മാറാനേ, പഠിച്ചവനോട് ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഇഹ്ദിറ സിറാത്തുൽ മുസ്തഖീം എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ. അപ്പോ ഞാൻ അതൊക്കെ ശരിയാവും. ചിന്തകൾ, നമ്മള് സത്യങ്ങൾ തെളിഞ്ഞു വരും. നമ്മളെ ചിന്തയും ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ഡോണ്ട് വറി. തന്നെ പിന്നെ ചില സത്യങ്ങൾക്ക് ചില വേദനകൾ അതിന്റെ കൂടെ ഉണ്ട്, സൈഡ് എഫക്ട് ഉണ്ടാവും. അത് കാര്യാക്കണ്ട. ശരിയാവും. ഓക്കെ 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 എന്നാ ഓക്കെ ശരിയാ. ശരി ശരി.